ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അല്ല പറഞ്ഞുതരാൻ പോണത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാം. കാരണം ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒട്ടും അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോസ് ഒന്ന് പോയി കാണാം. ആദ്യത്തെ പാർട്ട് 1 ഒന്ന് കാണാം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ മേലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഐ ബട്ടണിൽ പോയിട്ട് സംഭവം കണ്ടിട്ട് ഓടി തിരിച്ചു വരാം. എന്നെ ഇത്ര ഇമ്പ്രസ് ചെയ്തൊരു സോഫ്റ്റ്വെയർ വേറില്ല. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്രീമിയർ പ്രോ തന്നെയാണ്. ഐ ലവ് പ്രീമിയർ പ്രോ. കാരണം ഏറ്റവും കൂടുതൽ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഉള്ള, ഏറ്റവും കൂടുതൽ പ്ലഗിൻസ് കിട്ടുന്ന, പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന സാധനം കിട്ടുന്ന ഒരു കിഡിലൻ സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ പ്രോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഒന്നേം തുടങ്ങുന്നു. അതെന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ കണ്ടിട്ട് അതുപോലെ ചെയ്യുക. പ്രൊജക്റ്റിൽ വരുന്നു, ഹോമിൽ വരുന്നു. ഞാൻ 2 ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിങ്ങനെ ഫോൾഡർ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സംഭവം ഇവിടെ ഉണ്ട് കണ്ടല്ലോ. അപ്പോൾ ആ സംഭവം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തോട്ട് നമ്മളിത് വീഡിയോ ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു. നമുക്ക് എങ്ങനെയാണ് അറിയാലോ? ഒന്നെങ്കിൽ കൺട്രോളായി, അല്ലെങ്കിൽ ഇത് ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട്, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണിക്കും. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് തുറന്ന സംഭവം കാണിക്കും. ഏതാണോ അതെ, ഞാൻ 3-6 പോയതിൻ്റെ 1-2 ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ട്യൂട്ടോറിയലിനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ തുറക്കാം. എവിടെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. സംഭവം വന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ ആയിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ക്യാഷ് ബിൽഡപ്പ് കാണും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിനെ കഴിയുന്നവരെ വെറുതെ വിട്ടേക്കുക. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ജെർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതൊരു ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് പ്രിവ്യൂ. എന്നാലാണ് നിങ്ങൾക്ക് ബട്ടർ സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ടെസ്റ്റ് അടിച്ചതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കണ്ടാ ട്രൈ ടു സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു ടൈം ലൈൻ ഉണ്ടാക്കുന്നു. ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടൈം ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്മുടെ പർപ്പസ് എന്താണ്, നീഡ് എന്താണെന്ന് ആലോചിച്ചിട്ട് ഫുൾ HD ആണോ 4K ആണോ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ടൈം ലൈൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 4K 60 FPS-ലാണ്, ഡീലോഗിലാണ്, അതായത് പോക്കറ്റ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ ടൈപ്പ് ഒരു ടൈം ലൈൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതിന് താഴെ വന്നിട്ട് ഇവിടെ കണ്ടല്ലോ, ന്യൂ ഐറ്റമിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണാം ഫസ്റ്റ് തന്നെ സീക്വൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇവിടെ ഒന്നും കാണാനില്ല. കാരണം ഇവിടെ ഫുൾ HD മാത്രമേ ഉള്ളൂ. 720, 480, 1080. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫ്രെയിം റേറ്റ് കറക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പേര് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നെയിം കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ടൈം ലൈൻ ഇവിടെ ഉണ്ടായി. കാരണം ഇതിനകത്തിപ്പോൾ ഒന്നും കാണില്ല. കാരണം നമ്മൾ വീഡിയോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇപ്പോൾ ടൈം ലൈൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വീഡിയോസ് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്യാൻ പോകണം. നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടിടാം. അപ്പോൾ എന്ത് ചോദിച്ചു? ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു, ഞാനത് 4K 60 FPS ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർ ചോദിക്കുന്നത് ഫ്രെയിം റേറ്റ് 24 ആണ്. ഇതിൽ അത് തന്നെ കീപ്പ് ചെയ്യണോ അതോ ക്ലിപ്പിനനുസരിച്ചിട്ട് മാറ്റണോ എന്നാണ് ചോദിക്കുന്നത്. ക്ലിപ്പിനനുസരിച്ചിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? കീപ്പ് എക്സിസ്റ്റിംഗ് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്കെ, 24 തന്നെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം പ്ലേ ആവുന്നുണ്ട്. ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ ഇട്ടു. ഇനി നമുക്ക് ഇത്രയും വലിയ ക്ലിപ്പ് ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. എവിടെയാണ് നല്ല പോർഷൻ, എങ്ങനെയാണ് വേണ്ടത്, ഏത് പോർഷൻ നല്ലത് ഒന്നും അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എത്ര പോർഷൻ വേണോ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡ്രാഗ് ചെയ്യണതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും പോർഷൻ വേണ്ട. ആക്ച്വലി ഇത്രയും പോർഷൻ ഇത് എവിടെയാണ് നല്ല പോർഷൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലിപ്പിലൂടെ വന്നിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സോഴ്സ് മോണിറ്റർ. പ്രോഗ്രാം മോണിറ്റർ എന്താണ്? ടൈം ലൈനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ടൈം ലൈനിൽ എന്താണോ സംഭവിക്കുന്നത് അത് മാത്രം ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തപ്പോൾ അതവിടെ പോയി. ടൈം ലൈനിലൊന്നുമില്ല. ഇനി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ക്ലിപ്പിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്ത ആ സോഴ്സ് ക്ലിപ്പിൻ്റെ ഡീറ്റെയിൽ മാത്രം, ആ ക്ലിപ്പ് മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതവിടെ പ്ലേ ആവുന്നുണ്ട്. നമുക്ക് കാണാം. വേറെ ഒന്നും മൂവ് ചെയ്യാതെ നമുക്കത് പ്ലേ ആവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് നല്ല കാറ്റിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്, മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് എടുത്തിട്ട്, എനിക്ക് അത്രയും വേണ്ട. ഇപ്പോൾ അത് തേയിലത്തോട്ടമൊക്കെ കാണുന്ന ആ റോഡൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നത്, എനിക്കിത് ഇവിടെ മുതൽ മതി എന്ന് വിചാരിക്കുക. കാരണം ടൈം ലൈനിലേക്ക് ഒരുപാട് ക്ലിപ്പ് ലോഡ് ചെയ്ത് വെക്കുന്നതും പ്രശ്നമാണ്. കാരണം സിസ്റ്റം അത്രയും പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് ആ ക്ലിപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേണ്ട സ്ഥലത്ത് കൊണ്ടിട്ട് മാർക്കർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ഇന്നടിക്കുക. അതായത് എവിടെ നിന്നാണോ ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഇന്നടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ലൈൻ വന്നു, ബ്ലൂ ലൈൻ വന്നു. ഇവിടെ നിന്നാണ് ഇനി ക്ലിപ്പ് നമുക്ക് എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ ഇതിനകത്ത് ക്ലിപ്പ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇത്രയും പോർഷനിൽ വരുമ്പോഴത്തേക്കും അടുത്തൊരു ബ്യൂട്ടി ആയിട്ടൊരു ഏരിയ വരും. അതും കാണാം. എനിക്കിത് ഈ വളവ് വരെ മതി എന്ന് വിചാരിക്കുക. പോട്ടെ, കുറച്ചുകൂടി പോവാം. നല്ല റോഡെത്തി ഇവിടെ വരെ വേണമെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു? ഔട്ടടിക്കും. ഓക്കെ,
ഔട്ട് അടിച്ചപ്പോൾ എന്ത് പറ്റി നോക്കി, ഇപ്പോൾ കണ്ടോ ഇത്രയും ഭാഗം ഒരു ഗ്രേ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയാണ് ഈ ക്ലിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഏകദേശം 31 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അത്രയും പോർഷൻ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ ആൻഡ് ഔട്ട് അടിച്ചിട്ട് അത്ര എടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ക്ലിപ്പ് മാത്രം ഇത്രയും പോർഷൻ മാത്രം ടൈം ലൈനിലിട്ട് മതി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ഏരിയയിൽ കൊണ്ടുവന്ന് മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു കൈയിൻ്റെ ചിഹ്നം വരും, ഡ്രാഗ് ചെയ്യുക, വലിച്ചങ്ങോട്ട് ഇടാം. അപ്പോൾ എന്ത് പറ്റി, സെയിം നമ്മൾ നേരത്തെ ചോദിച്ചതിന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഓക്കെ കീബോർഡ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഓക്കെ കണ്ടോ നോക്കി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അത്രയും പോർഷൻ മാത്രം വന്നു, അത്രയും പോർഷൻ മാത്രം കണ്ടോ പ്ലേ ആയി. കണ്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ വ്യത്യാസം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മേളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഇൻ ആൻഡ് ഔട്ട് കൊടുത്തതിനാൽ ആ പോർഷൻ പോയി. ഇപ്പോൾ ഇത് ഫുൾ ഏരിയ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ടതിനാൽ ആ എൻ്റെ ഒരു വീഡിയോ ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കണ്ടോ ആ വീഡിയോ ലെങ്ത് എത്ര നോക്കി, നമ്മൾ ഇൻ ആൻഡ് ഔട്ട് അടിച്ച പോർഷനാണ് ഇത്. ആ സെയിം വീഡിയോയുടെ ടോട്ടലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഗ്രേ ലൈനിൻ്റെ മേലോട്ടാണ് വീഡിയോസ്, ഇതിൻ്റെ താഴേക്കാണ് ഓഡിയോസ്. സോ എന്ത് പറ്റി, ഇവിടെ ഓഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഓഡിയോ ഉണ്ടോ, ഓഡിയോ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഈ ഓഡിയോ വേണ്ടാന്ന് വിചാരിക്കാം, ക്ലിപ്പ് മാത്രം മതി. നമുക്കൊരു സ്പെഷ്യലായിട്ട് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഓഡിയോ ആവശ്യമില്ലെന്ന് വിചാരിക്കാം. ഒന്നെങ്കിൽ ഇവിടെ വന്ന് വലിച്ചിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നേരെ മേളിലേക്ക് പോയി നിങ്ങൾക്ക് കാണാം. ഓക്കെ, അൺലിങ്കുന്നുണ്ടോ, അൺലിങ്ക് ഉണ്ടാവും, അൺലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എന്ത് പറ്റി, ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആയി, ഈ ഭാര്യയും ഭർത്താവും പിരിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞില്ലേ, പിന്നെ ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി പുള്ളിക്കാരിക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റി, ഓട്ടോമാറ്റിക്കലി അതായത് വീഡിയോ ഇവിടെ സെറ്റിൽഡായി. ഇനി നിങ്ങൾക്ക് വീഡിയോ മാത്രമായിട്ട് വന്നാൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഒരു ചിഹ്നം കണ്ടോ ഓക്കെ, ഡ്രാഗ് വീഡിയോ ഓൺലി, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചിട്ടതിനാൽ വീഡിയോ മാത്രം വന്നു. കണ്ടോ, അൺലിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ എന്ത് ചെയ്യണം, വലിച്ചിട്ടാൽ മതി. ഇനി നമുക്ക് ഓഡിയോ മാത്രം വന്നാകുന്നിരിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ ഡ്രാഗ് ഓഡിയോ ഓൺലി, ജസ്റ്റ് വലിച്ചിടാം, ഓഡിയോ മാത്രം വന്നു. കണ്ടോ, ഇതാണ് നമ്മൾ ഇൻ ആൻഡ് ഔട്ട് അടിച്ചിട്ടും അല്ലാതെയും വീഡിയോയും ഓഡിയോയും സെപ്പറേറ്റ് ആയിട്ടും ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കിത് കളയാം. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ക്ലിപ്പ്, ഇനി നമുക്ക് സോഴ്സ് മോണിറ്റർ ചെയ്യുന്ന ഇൻ ആൻഡ് ഔട്ട് അടിച്ചിട്ട് നമുക്ക് വീഡിയോ മാത്രം എടുക്കാം. എന്നിട്ട് നമുക്കൊരു മ്യൂസിക് ഇട്ടിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ പോർഷൻ ഇവിടുന്ന് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ പോർഷൻ ഇവിടുന്ന് ഇഷ്ടമായി, വണ്ടി ഞാൻ തിരിഞ്ഞു വരുന്നത് അവിടെ ഞാൻ ഇന്നടിക്കുന്നു. ഇന്നിൻ്റെ ഷോർട്ട് കട്ട് എന്താണ് ഐ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ വന്നു, എനിക്ക് ഇവിടെ വരെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഇവിടെ വരെ എടുത്തു, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഔട്ടിൻ്റെ തന്നെ ഔട്ട് അടിച്ചു. അത് ഇവിടെ സെലക്ട് ആയി, ഈ വീഡിയോ മാത്രം മതി. രണ്ടധികം ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വീഡിയോ മാത്രം വലിച്ചിട്ടു. സ്വാഭാവികം ചോദിക്കും, മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ അൺടിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് പോയില്ലേ. അത് എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ പ്ലേ ചെയ്ത് ഇങ്ങോട്ട് പോകും. ഞാൻ ഇവിടെ വരെ എടുത്തേക്കുന്നത്, എനിക്കിത് ഈ മലയോരം വരുന്നൊരു സീനുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കത് കുറച്ച് കിട്ടണമെന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഒന്നുകൂടി ഇന്നടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ, ഈ ഇരിക്കുന്ന ഇവിടെ വരും കണ്ടോ. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് ഔട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അത്ര ആവശ്യമില്ല, അത്ര ലെങ്ത് ഉണ്ടല്ലോ, നമുക്ക് അത്ര ആവശ്യമില്ല. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് ആ കാരം കഴിഞ്ഞിട്ടുള്ള പോർഷൻ മാത്രം മതി. എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയിട്ട് ഔട്ട് അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ക്ലിപ്പിൻ്റെ അടുത്ത പോർഷൻ നമ്മൾ ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ടു. അപ്പോൾ എന്തായി, നിങ്ങൾ നോക്കിയോ, ഈ കട്ട് കണ്ടോ, ഈ സെലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അടുത്തതിലേക്ക് സെലക്ഷൻ ആവും. കണ്ടോ, ഇതൊരു ക്ലിപ്പാണ്. നിങ്ങൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയോ, കണ്ടില്ലേ. അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാം, ഇഷ്ടമുണ്ടോ, നമുക്ക് കാറ് കഴിഞ്ഞിട്ടുള്ള ആ പോർഷൻ നമ്മൾ ഇട്ടു. അപ്പോൾ അതും പ്ലേ ആവുന്നുണ്ട്. ഇവിടുന്ന് കോഡ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്കിത് ഇതിനടുത്ത് ഈ പോർഷൻ മതി. അപ്പോൾ എന്ത് അവിടെ ഒരു ഇന്നടിച്ചിട്ട് എന്തെയും കുറച്ചുകൂടി ഇങ്ങനെ എടുത്തത്, ആ ബൈക്കിലുള്ള പിള്ളേർ പോകുന്നവരത് ഇങ്ങനെ പോയിട്ട് കണ്ട കോടയിലേക്ക് കൂടി ഇങ്ങനെ പോകുന്നവർക്ക് ഇത്രയും വേണം, അവിടെ ഔട്ട് അടിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ അതും ഡ്രാഗ് ചെയ്ത് വലിച്ചിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും ഭാഗം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു മ്യൂസിക് ഇട്ട് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയോ എന്നിട്ട് ഫോൾഡർ ഉണ്ട്, അതിൽ ഓൾറെഡി 3 ഐറ്റംസ് കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ ടെസ്റ്റ് അടിച്ചപ്പോഴത്തേക്ക് വന്ന് കിടപ്പുണ്ടായി, മാറ്റാൻ മറന്നുപോയി, സോറി. അപ്പോൾ തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് വലിച്ചിടാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഡിയോ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് വലിച്ചിടാം, ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ അതവിടെ കാണിക്കും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, അതിൽ വേവായിട്ട് കാണിക്കുക. അടിയിൽ നിന്ന് അതിൻ്റെ വേവ്സും ബീറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും, ഒരു വേവ് പോലെ കാണിക്കും. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയല്ല വേണ്ടെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് പോർഷൻ മാത്രം നിങ്ങൾക്ക് കിട്ടാൻ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സംഭവം കളഞ്ഞിട്ട് ഇതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി സോഴ്സിൽ അതിൻ്റെ വേവ് വിത്ത് കാണിക്കും. അപ്പോൾ നമുക്കറിയാം ഈ പാട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയാണ് അവസാനിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് ഈ പോർഷനിൽ നിന്ന് ഇവിടെ വരെ മതി എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഐ അടിക്കുക, ഇവിടെ വന്നിട്ട് ഓ അടിക്കുക. അപ്പോൾ എന്തായി, ഇവിടെ മാത്രം സെലക്ട് ആയി. ഇതിപ്പോൾ വീഡിയോയുടെ ഡ്രാഗ് കാണിക്കില്ല, കാരണം ഇവിടെ വീഡിയോ ഇല്ല, ഓഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഓഡിയോ മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ ഓഡിയോ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, താഴേക്ക് വലിച്ചിടാം.
കണ്ടോ? അപ്പോൾ അത്രയും പോർഷൻ മാത്രം വന്നു. നമ്മുടെ വീഡിയോ കാണിച്ചത് ലെങ്ത് അല്ല, എന്നിരുന്നാലും നമ്മൾ കുറച്ച് ലെങ്ത്തിലേക്ക് കയറ്റി വെക്കും. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓഡിയോ ആഡ് ചെയ്ത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പോർഷൻ വന്നത് ഇത് ടൈം ലൈൻ നമുക്ക് സൂം ചെയ്ത് കാണണം. ഇപ്പോൾ നമുക്ക് എല്ലാം ഇവിടെയാണല്ലോ ഇരിക്കുന്നത്, ഈ കോർണറിലാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ നിന്നാണ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. കണ്ടോ? ടൈം ബാർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്ലേ ഹെഡ് ഇരിക്കുന്നത് 00-ലാണ്. അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ടൈം മാറിക്കൊണ്ടേയിരിക്കും. കണ്ടോ? അപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ ഇത്രയും ചെറുതായിട്ടാണ് കാണുന്നത്. നമുക്ക് ഇങ്ങനെ കണ്ടാൽ പോരാ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കട്ട് ചെയ്യണം. ഫ്രെയിം ബൈ ഫ്രെയിം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈം ലൈൻ സൂം ചെയ്യണം. അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കീബോർഡിലുള്ള നമ്മുടെ ബാക്ക് സ്പേസിൻ്റെ അടുത്തുള്ള പ്ലസ് ബട്ടൺ ചെയ്താൽ എന്ത് സംഭവിക്കും? ടൈം ലൈൻ സൂം ആവും. കണ്ടോ? മൈനസ് അടിച്ചാലോ ഔട്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ സൂം ചെയ്ത് വെച്ചിട്ട് കണ്ടോ? നമുക്ക് ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് ഓരോ പോർഷൻ ഇങ്ങനെ കണ്ട് പോവാം. കണ്ടോ? അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിരിക്കും. ഇനി നമുക്ക് ചെറിയൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ചുമ്മാ വീഡിയോ കണ്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ അടുത്ത ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലോട്ട് പോകുമ്പോൾ ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മ്യൂസിക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലെഫ്റ്റിലോട്ട് വന്നതിനാൽ ഇവിടെ കാണാം M. കണ്ടോ? അതായത് ഓഡിയോസിൽ മാത്രമേ അതുള്ളൂ, മ്യൂട്ട് അവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മ്യൂട്ട് ട്രാക്ക്. മ്യൂട്ട് ക്ലിക്ക് ചെയ്ത് എന്ത് പറ്റും? അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് വരും. അപ്പോൾ എന്ത് പറ്റും? അവിടെ മ്യൂട്ടായി ആ ട്രാക്കിന് പ്ലേ ആവില്ല. ഇതിനടുത്ത് താഴേക്കുള്ള ട്രാക്കുകൾ മാത്രമേ പ്ലേ ആവുള്ളൂ. അങ്ങനെ ഓരോന്നും നമുക്ക് മ്യൂട്ട് ചെയ്യാം, ഓരോ ട്രാക്കും മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാണ്. ഞാൻ ഇവിടെ വെച്ചിട്ട് പ്ലേ ചെയ്യുന്നത്. ക്ലിപ്പ് ഇവിടുന്ന് തീരുന്നത്. ഈ ക്ലിപ്പ് കഴിഞ്ഞിട്ടുണ്ടോ? അടുത്ത സെലക്ഷനിലോട്ട് അടുത്ത ക്ലിപ്പായി. അപ്പോൾ അതെ ആ ക്ലിപ്പിലൂടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് കണ്ടോ? അടുത്ത ക്ലിപ്പ് ഒറ്റച്ചാട്ടം ചാടി. ആക്ച്വലി നോർമലി ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്കതൊരു കുറച്ചുകൂടി സ്മൂത്തായിട്ട് ചാടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സൂം ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതെ ഇവിടെയാണ് എന്ത് ആ കട്ട് വരുന്നത്. പ്രൊജക്ട് ടാബിൻ്റെ അടുത്ത് ഇഫക്ട്സ് ടാബ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതേ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം വീഡിയോ ട്രാൻസിഷൻ. അതായത് എഫക്ട്സ് വേറെയാണ്, ട്രാൻസിഷൻ വേറെയാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലിപ്പിൻ്റെ ഇടയിൽ വരുന്ന, അതായത് ഈ ക്ലിപ്പിൽ നിന്ന് ഈ ക്ലിപ്പിലോട്ട് വരാനുള്ള ഒരു ട്രാൻസിഷൻ മാത്രം. അതായത് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാനോ അതിൻ്റെ സ്മൂത്താക്കാനോ എന്ത് വേണമെങ്കിലും പറയാം. അതിൽ നിന്നൊരു മാറ്റം വന്ന് അടുത്തിലോട്ട് പോകുമ്പോഴുള്ള ആ ഫ്ലോന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസിഷൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. പ്രീസെറ്റ്സ്, ലുമിട്രി, പ്രീസെറ്റ്സ്, ഓഡിയോ എഫക്ട്സ്, ഓഡിയോ ട്രാൻസിഷൻ, വീഡിയോ എഫക്ട്സ്, വീഡിയോ ട്രാൻസിഷൻ, ഫേവറേറ്റ്സ് ഞാൻ ഉണ്ടാക്കിയാണ്. എൻ്റെ കുറച്ച് എളുപ്പത്തിന് ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതാണ് വീഡിയോ ട്രാൻസിഷൻ. ഇതിനകത്ത് മോസ്റ്റ് പോപ്പുലർ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഡിസോൾവ് തുറക്കാം. അതിനകത്ത് ക്രോസ് ഡിസോൾവ് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ട് ഈ 2 ക്ലിപ്പിൻ്റെ ഇടയിൽ കൊണ്ടിടിനെ വെക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയോ, കണ്ടോ? സെലക്ഷൻ പോലെ വന്നു. അപ്പോൾ എന്താണ് അതവിടെ പ്ലേസ് ചെയ്യട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, നമ്മളവിടെ ഡ്രോപ്പ് ചെയ്ത് എന്ത് പറ്റും? അവിടെ എഫക്ട്സ് വീണു. ഇതാണ് ക്രോസ് ഡിസോൾവ്. അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിൽ നിന്ന് വന്നിട്ട് ദേ ഇങ്ങനെ ക്രോസ് ചെയ്ത് കണ്ടോ അടുത്ത ക്ലിപ്പിലോട്ട് പോയി. കണ്ടോ? അതേപോലെ നിങ്ങൾക്ക് അടുത്ത ക്ലിപ്പിലും വേണമെങ്കിൽ ഡിസോൾവ് ആഡ് ചെയ്യാം. ജസ്റ്റ് കാണിക്കുകയാണ്. പല ടൈപ്പ് ഡിസോൾവ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്തതിനാൽ അതേപോലെ ട്രാൻസിഷൻ കിട്ടും. സിമ്പിളായിട്ട് അപ്പുറത്തെ ക്ലിപ്പിലോട്ട് ജമ്പ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി എന്നിരിക്കുന്നുണ്ട്. ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്യണം എങ്ങനെയാണ്, ഇൻ ആൻഡ് ഔട്ട് അടിക്കണം എങ്ങനെയാണ്, ഓഡിയോ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓഡിയോയുടെ ഇൻ ആൻഡ് ഔട്ട് അടിക്കേണ്ടത് എങ്ങനെയാണ്, ചെറുതായിട്ട് ട്രാൻസിഷനൊക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്. ചാനൽ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.